ഗൾഫ് നാടുകളിലും ഓണാഘോഷങ്ങൾ തകൃതിയാണ്. ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ നിരവധി പേരാണ് മാവേലിയായി അണിഞ്ഞൊരുങ്ങുന്നത്. പ്രവാസ ലോകത്ത് ഓണാഘോഷങ്ങൾ തകൃതിയാണ്. ഓണാഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് മാവേലി. യുഎൽ ഏറ്റവും കൂടുതൽ മാവേലി വേഷം കെട്ടുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്ന ലിജിത്ത് കുമാറാണ്. ഒരുപക്ഷെ ലിജിത്ത് കുമാറിന്റെ പ്രത്യേകത ഏറ്റവും സുന്ദരനായ ഒരു മാവേലി എന്നതുകൂടിയാണ്. ഒരുപാട് വേദികൾ കിട്ടുന്നുണ്ടോ? അപ്പോൾ ഏകദേശം ഒരു 10-14 വേദി കഴിഞ്ഞു. ഒരുപാട് മാവേലിമാരുണ്ടല്ലോ. എന്താണ് ലിജിത്ത് കുമാറിനെ മാത്രം വിളിക്കാനുള്ള കാരണം? അതെന്താണെന്ന് അറിയില്ല. എല്ലാവരും നമ്മളുമായിട്ട് നല്ല ഒരു ബന്ധം അടുപ്പും അതെല്ലാം കൊണ്ടാണ്. ഇപ്പം ഏകദേശം ഒരു 6 വർഷമായി. ഇപ്പം 4 വർഷമായിട്ട് നല്ല തിരക്കാണ്. നല്ല ഇനിയിപ്പോൾ ഡിസംബർ വരെ ഓണാണ്. പ്രവാസികളുടെ ഓണം എന്ന് വിചാരിച്ചാൽ 6 മാസമാണല്ലോ. 6 വർഷത്തിലെ ഏകദേശം ഒരു 2000-ലെല്ലാം പോകും. ഈ വർഷം കുറേ പ്രോഗ്രാം ഓൾറെഡി ഡിസംബർ വരെയുള്ള വീക്കെൻഡുകളെല്ലാം ഓൾറെഡി ബുക്ക്ഡായി. പിന്നെ അതുപോലെ ഇനിയും വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഒഴിവില്ലാത്തതുകൊണ്ട് ഇപ്പം അതാണ് ഒരു വലിയൊരു ഇതിലില്ലേ. മാവേലിയാകാനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ എങ്ങനെയാണ്? മാവേലി ആവാന്ന് ചോദിച്ചാൽ ഇപ്പം ഈ ഒരു കൊടാന്നെല്ലാം പറയുന്നത് ഇത് കസ്റ്റമൈസ്ഡ് ഇപ്പം നാട്ടിൽ നിന്ന് ചെയ്യിപ്പിക്കുന്നതാണ്. നാട്ടിൽ ഇത് നല്ല ചിലവുണ്ട്. അതുപോലെ ഈ ഓരോ ആഭരണങ്ങളും അതുപോലെ കോസ്റ്റ്യൂംസും കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് നാട്ടിൽ നിന്ന് കസ്റ്റമൈസ്ഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് നാട്ടിൽ ഇതിന് മുമ്പേ നാട്ടിൽ പോയി ഇതെല്ലാം ചെയ്തിട്ടാണ് കൊണ്ടുവരാറ്. ഇപ്പോൾ ഓരോ വേദികളിൽ എത്തുമ്പോഴേ കുട്ടികളെ കാണുമ്പോൾ കുട്ടികളൊക്കെ റെസ്പോൺസ് എങ്ങനെ? അവർക്കൊന്നും ഈ ഐതിഹ്യം ഒന്ന് അറിയണമെന്നില്ലല്ലോ. അതെ, കുട്ടികൾ ഭയങ്കര കുട്ടികൾ മാത്രമല്ല, ഇപ്പോൾ UAE എന്ന് പറഞ്ഞാൽ ഓണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂറോപ്യൻസ് ആയാലും അറബികൾക്കായാലും നമ്മളെക്കാട്ടിയും മലയാളികളെക്കാട്ടിയും കൂടുതൽ അവർ സാരി കൊടുത്തിട്ടും മുണ്ട് കൊടുത്തിട്ടും ആഘോഷിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അവർക്കാണ് ഏറ്റവും ഇതിനൊരു കൗതുകം, ഫോട്ടോ എടുക്കാനും കാര്യങ്ങളും. അതുപോലെ തന്നെ കുട്ടികളെല്ലാന്നെങ്കിൽ പെട്ടെന്ന് വന്ന് ചിലപ്പോൾ ഈ മീശയെല്ലാം കണ്ടാലൊന്ന് പേടിക്കും, എന്താണ് ഏതാണെന്നെല്ലാം. അപ്പോൾ അവർ പിന്നെ പാരൻസ് പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെ ഇതാണെന്നെല്ലാം പറഞ്ഞ് പിന്നെ ഫോട്ടോയെല്ലാം എടുത്ത് സന്തോഷിച്ചിട്ട് പോകും. ഒരു മലയാളികളല്ലാത്ത ഒരുപാട് ആളുകളുണ്ടല്ലോ ഈ പ്രവാസ ലോകത്ത്. അപ്പോൾ ഈ പ്രത്യേക അറബികൾ അല്ലെങ്കിൽ മറ്റ് രാജ്യക്കാർ, യൂറോപ്യൻസ് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യക്കാരൊക്കെ എങ്ങനെ മാവേലി നിങ്ങളെ കാണുമ്പോൾ അവരെന്ത് പറയുന്നു? അവരുടെ പ്രതികരണം എങ്ങനെയാണ്? അത് എന്താണെന്ന് ചോദിച്ചാലും ആദ്യം തന്നെ പറയും അവരെ ഭാഷയിൽ സൂപ്പർ എന്ന് ഒരു ഇത് പറയും. അത് പറഞ്ഞിട്ടാകുമ്പോൾ പറയും ക്യാൻ ഐ ടേക്ക് എ പിക്ചർ വിത്ത് യു എന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്തതിന് ശേഷമാണ് അവർ ചോദിക്കും ഇതെന്താണ് ഏതാണ്. പ്രവാസ ലോകത്തെ തൻ്റെ പ്രജകളെ കാണാനുള്ള തിരക്കിലാണ് മാവേലി. മാവേലിക്കും ക്യാമറമാൻ രഞ്ജിത്ത് കാരത്തിനൊപ്പം ടി ജമാലുദ്ദീൻ, കൈരളി ന്യൂസ്, ദുബായ്.